റിപ്പോർട്ടർ ബ്രേക്കിംഗ് എ കെ ആന്റണി ആവശ്യപ്പെട്ട ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് നിയമസഭാ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ശിവഗിരിയിൽ പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ലെന്ന ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടാണിത്. പോലീസിന് ക്ലീൻ ചിറ്റ് നൽകുകയും ആന്റണി സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യുന്ന റിപ്പോർട്ടാണ് 1999 നായനാർ സർക്കാർ പുറത്തുവിട്ടത്. ഹരിമോഹനും ആർ റോഷിപാലും നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ഹരിമോഹൻ. പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയ ഒരു റിപ്പോർട്ടാണ് പുറത്തുവിടാൻ ഇന്നലെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് മുതിർന്ന നേതാവുമായ എ കെ ആന്റണി ആവശ്യപ്പെട്ടത്. ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? സുജയ, ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ് എ കെ ആന്റണി ആവശ്യപ്പെട്ട റിപ്പോർട്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ നിയമസഭയുടെ ലൈബ്രറിയിൽ ലഭ്യമാണ്. അതിനുശേഷം ഡിജിറ്റൈസ് ചെയ്ത സമയത്ത് അത് സൈറ്റിലും ലഭ്യമാണെന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് അത് നിയമസഭയിൽ 1998 നിയമസഭയിൽ വെച്ചൊരു റിപ്പോർട്ട് എന്തുകൊണ്ടാണ് എ കെ ആന്റണി അറിയാതെ പോയത്? അതിലെ വിവരങ്ങൾ നിയമസഭയിൽ വെച്ച റിപ്പോർട്ട് പബ്ലിക് ഡൊമൈനിൽ ലഭിക്കുമെന്നുള്ളത് പോലും അദ്ദേഹം ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നലെ എ കെ ആന്റണി പറഞ്ഞ ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങളും റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ്. പോലീസ് അതിക്രമം നടന്നിട്ടില്ല എന്നുള്ളതാണ് ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്ന അല്ലെങ്കിൽ കമ്മീഷന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം തന്നെ സർക്കാരിനെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് കമ്മീഷൻ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം മന്ത്രിസഭാ ഉപസമിതി ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടി നിയോഗിച്ചിരുന്നു. ആ മന്ത്രിസഭാ ഉപസമിതി യാതൊരു തരത്തിലും ഫലപ്രദമായിട്ട് ഇടപെട്ടില്ല, പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്നുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. മാത്രമല്ല ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വിധി നടപ്പിലാക്കാൻ ദിവസങ്ങളോളം കാലതാമസം എടുത്തു. ആ വിധി നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി നേരത്തെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതേസമയം പോലീസ് അതിക്രമത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കമ്മീഷൻ പറയുന്നത് പോലീസ് അതിക്രമം ഉണ്ടാകുന്നത് അതൊരു ലാത്തിചാർജ് മാത്രമായിരുന്നു. പക്ഷേ ആ ലാത്തിചാർജ് ഉണ്ടായത് ഈ അവിടെ തടിച്ചുകൂടിയ ആളുകളിൽ നിന്ന് കല്ലേറടക്കമുള്ള പ്രകോപനങ്ങൾ ഉണ്ടായപ്പോൾ മാത്രമാണ്. പുറത്തുനിന്ന് വിശ്വാസികൾ അല്ലാത്ത ആളുകൾ വരെ അവിടേക്ക് എത്തിയ സാഹചര്യമാണ് കൂടുതൽ വഷളാക്കിയത് എന്നുള്ളതാണ്. അതായത് പോലീസിന് പൂർണ്ണമായി ക്ലീൻ ചിറ്റ് നൽകുകയും മന്ത്രിസഭയും സർക്കാരിനെയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നതാണ് ജസ്റ്റിസ് ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. എന്തായാലും എ കെ ആന്റണി LDF സർക്കാരിനോട്, അതായത് പിണറായി സർക്കാരിനോട് പുറത്തുവിടാൻ ആവശ്യപ്പെട്ട റിപ്പോർട്ടാണ് 1998 കേരള നിയമസഭയിൽ അന്നത്തെ ഇ കെ നായനാർ സർക്കാർ വെച്ചത് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഉള്ളത് രണ്ടാമതായി അദ്ദേഹം ആവശ്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മുത്തങ്ങ വെടിവെപ്പിലെ CBI റിപ്പോർട്ടാണ്. ആ CBI റിപ്പോർട്ട് സർക്കാരിന് ഒരു കാരണവശാലും പുറത്തുവിടാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. കാരണം അത് CBI റിപ്പോർട്ടാണ്. ആ CBI റിപ്പോർട്ട് ആദ്യം എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും പിന്നീട് അതിനുശേഷം കേരള ഹൈക്കോടതിയിലും സമർപ്പിക്കുകയാണ് ഉണ്ടായത്. 2004 ഓഗസ്റ്റ് 16 കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് മുത്തങ്ങ സംഭവത്തിലെ CBI അന്വേഷണ റിപ്പോർട്ട്. മാറാട് ശിവഗിരി അന്വേഷണ റിപ്പോർട്ടുകൾ 2022 പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടി എന്ന രീതിയിലാണ് എ കെ ആന്റണി ഈ വാർത്താ സമ്മേളനം വിളിച്ചത്.